ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കുള്ള ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേന്ദ്ര സർക്കാരിൻ്റെ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഫിറ്ററിലേക്ക്, വെൽഡറിലേക്ക്, ഇലക്ട്രീഷ്യനിലേക്ക്, MMVയിലേക്ക്, മെക്കാനിക്കിലേക്ക്, ടർണറിലേക്ക്, മെക്കാനിക് എയർ കണ്ടീഷനിലേക്ക്, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്കിലേക്ക്, ഡ്രാഫ്റ്റ്മാൻ സിയിലേക്ക്, ഡ്രാഫ്റ്റ്മാൻ എമ്മിലേക്ക്, കോപ്പയിലേക്ക്, ഫുഡ് പ്രൊഡക്ഷനിലേക്ക്, ലബോറട്ടറി ഓപ്പറേറ്റർ, അറ്റൻഡർ ഓപ്പറേറ്റർ, അക്കൗണ്ടൻറ്റ്, ബാക്ക് ഓഫീസ് അപ്പൻഡീസ്, എക്സിക്യൂട്ടീവ് HR, എക്സിക്യൂട്ടീവ് CS, എക്സിക്യൂട്ടീവ് F&A, ഓഫീസ് അസിസ്റ്റൻറ്റ്, വെയർഹൗസ് എക്സിക്യൂട്ടീവ്, സ്റ്റോർ കീപ്പർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിങ്ങനെ 24 തസ്തികകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അതിൽ ടോട്ടലായിട്ട് ഒഴിവ് വന്നിരിക്കുന്നത് 142 ഒഴിവുകളാണ് ഈ 24 തസ്തികയിലേക്ക് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. ഓൺലൈൻ വഴിയായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ആദ്യത്തെ 12 തസ്തികയിലേക്ക്, അതായത് ഫിൽറ്റർ, വെൽഡർ, ഇലക്ട്രീഷ്യന്, MMV, മെക്കാനിക്ക്, ടർണർ, മെക്കാനിക്ക് എയർ കണ്ടീഷൻ, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്ക്, ഡ്രാഫ്റ്റ്മാൻ എം, കോപ്പയിലേക്ക്, ഫുഡ് പ്രൊഡക്ഷനിലേക്ക്, ഇങ്ങനെ 12 തസ്തികയിലേക്കും പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് യോഗ്യതയും, പിന്നെ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ തസ്തികയുടെ ITയുടെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് വെൽഡർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് യോഗ്യത വേണം. ITയുടെ വെൽഡർ കോഴ്സ് പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കേണ്ടത് ആ തസ്തികയുടെ 10ാം ക്ലാസ് യോഗ്യതയും ITയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 12 തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ആ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. അടുത്തുള്ള 13ഉം 14ാമത്തെ തസ്തിക, 13ാമത്തത് ലബോറട്ടറി ഓപ്പറേറ്റർ, 14ാമത്തത് അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ. ഈ 2 തസ്തികയിലേക്കും പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ BSc ഫിസിക്സിലോ, BSc കെമിസ്ട്രിയിലോ, BSc മാത്തമാറ്റിക്സിലോ, BSc ബയോളജിയിലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു BSc കെമിസ്ട്രിയിലോ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 15ാമത്തെ തസ്തിക അക്കൗണ്ടൻ്റ് ആണ്. അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ BCom കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 16ാമത്തെ തസ്തിക ബാക്ക് ഓഫീസ് അപ്രൻറ്റീസ്. അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് ഈ 16ാമത്തെ തസ്തികയായ ബാക്ക് ഓഫീസ് അപ്രൻറ്റീസ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 17ാമത്തത് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ്, 18ാമത്തത് എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ്. ഈ 2 തസ്തികയിലേക്കും വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് MBA മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളവർക്കോ അതും അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കോ. അപ്പോൾ ഇതിലേതെങ്കിലും പറഞ്ഞ ഡിഗ്രി ഉള്ളവർക്ക് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് എന്ന തസ്തികയിലേക്കും എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് എന്ന തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. 19ാമത്തെ തസ്തിക എക്സിക്യൂട്ടീവ് കമ്പ്യൂട്ടർ സയൻസ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ MCA 3 വർഷത്തെ ഫുൾ ടൈം കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക് MCA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ 19ാമത്തെ തസ്തികയായ എക്സിക്യൂട്ടീവ് കമ്പ്യൂട്ടർ സയൻസ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 20ാമത്തെ തസ്തിക എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് CA പഠിച്ചിട്ടുള്ളവർക്കോ ICAA പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ MFC പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ MBA ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കോ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ 20ാമത്തെ തസ്തികയായ എക്സിക്യൂട്ടീവ് ഫിനാൻസ് അക്കൗണ്ട് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 21ാമത്തെ തസ്തിക ഓഫീസ് അസിസ്റ്റൻറ്റ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്.
പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റിനെ കുറിച്ചുള്ള സ്കില്ല് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ മുൻകാലങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അതിനുള്ള സ്കില്ല് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ മിനിമം 12ാം ക്ലാസ് യോഗ്യതയും സ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 21ാമത്തെ തസ്തികയായ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 22ാമത്തെ തസ്തിക വെയർഹൗസ് എക്സിക്യൂട്ടീവ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് യോഗ്യതയും അതിനോടൊപ്പം തന്നെ വെയർഹൗസ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സ്കില്ല് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ഒന്ന് 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 2 സ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 22ാമത്തെ തസ്തികയായ വെയർഹൗസ് എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 23ാമത്തെ തസ്തിക സ്റ്റോർ കീപ്പർ. ഇതിന് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മിനിമം പറഞ്ഞിരിക്കുന്നത് 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സ്റ്റോർ കീപ്പർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 24ാമത്തെ തസ്തിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതിനും പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 24 തസ്തികയുടെയും അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയാനിടയിൽ തരുന്നു. അപ്പോൾ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. പിന്നെ ജോലി ലഭിക്കുന്ന സ്ഥലം ചെന്നൈയിലായിരിക്കും ജോലി ലഭിക്കുന്നത്. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ചെന്നൈയിലാണ്. അതുകൊണ്ട് ജോലി കൺഫേം ആയിട്ട് ലഭിക്കുന്നത് ചെന്നൈയിലായിരിക്കും. ചെന്നൈയിലായതുകൊണ്ട് പലരും അയക്കാതിരിക്കരുത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് അവിടെയും കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് മാക്സിമം യോഗ്യരായിട്ടുള്ളവർ ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ. പിന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും. അതായത് OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ ഇളവും, SC ST വിഭാഗക്കാർക്കാണെങ്കിൽ 5 വർഷത്തെ ഇളവ്, PWBD വിഭാഗക്കാർക്കും ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ITയുടെ കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്ക്, പിന്നെ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക്, അത് നിങ്ങളുടെ പെർസെൻറ്റേജ് അനുസരിച്ചായിരിക്കും ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ അതിനുള്ള വെബ്സൈറ്റ് പറയാം. www.cpcl.co.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID-യും കറക്റ്റായിട്ടുള്ള നമ്പരും അതിനകത്ത് കൊടുക്കുക. അവർ നിങ്ങളെ മെയിലേക്ക് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെയിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഓൺലൈൻ വഴി കൊടുക്കുക. ഈ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവർ മെയിൽ ID തന്നിട്ടുണ്ട്. മെയിലിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. മെയിൽ ID പറയാം, recruitment@cpcl.com.in എന്ന മെയിൽ ID-യിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് പറയാം. സ്റ്റാർട്ടിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 18-ാം തീയതി മുതൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നവംബർ മാസം 1-ാം തീയതി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ നവംബർ മാസം 1-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ജോലിക്ക് വേണ്ടി ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫർമേഷൻ വളരെ ഗുണകരമായി തീരും. ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെ ജോലികളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.